ഹലോ, അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ മുത്തുമണികളും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. മുത്തുമണികളെ, ഞാൻ അന്നേരം പെട്ടെന്നായിരുന്നു ഇന്ന് എൻ്റെ അത്താഴത്തിനുള്ള ഭക്ഷണമാണ് പെട്ടെന്ന് റെഡിയാക്കി എടുത്തതാണ്. ഇച്ചിരി നെച്ചോറ് വയ്ക്കാൻ വിചാരിച്ചത്. നെച്ചോറല്ല, ഒന്ന് ചെറുതായിട്ടൊരു നെച്ചോറ് പോലത്തെയൊക്കെയാണ്. അതിനകത്ത് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ വിചാരിച്ചു പെട്ടെന്നൊരു നെച്ചോറ് വെച്ച് കളയാം. ഇച്ചിരി ബീഫ് കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചെറുതായിട്ടൊരു നെച്ചോറ് പോലെ വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഓരോന്ന് ചെയ്ത് നീക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ അത്താഴത്തിൻ്റെ ഭക്ഷണം നെച്ചോറാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നും ചെയ്ത് നീക്കുകയാണ്. ഇതാകുമ്പോൾ ഒരുപാടൊന്നും വേണ്ടല്ലോ. നാഴി അരി എടുത്ത് ഞാൻ നാഴിയല്ല, ഒന്നര നാഴി ഇല്ല, 1.25 നാഴി. അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അരിയൊക്കെ കേട്ടോ. ഇപ്പോൾ സാധനങ്ങളെല്ലാം ഇട്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് വിശദീകരിച്ചൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഭക്ഷണമാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും വിശദമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. അത് ഞാൻ പിന്നെ ഇച്ചിരി ഉപ്പൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് ഞാനിങ്ങനെ പെട്ടെന്ന് ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഫുഡ് ശരിയാവും. നിമിഷ നേരം കൊണ്ട് നമുക്ക് ഈ ചോറ് റെഡിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കറി ഇരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ചോറ് വെച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എന്തോന്നാക്കി വെച്ചതാണ് കേട്ടോ നെച്ചോറ്. പിന്നെ ഞാനൊരു ഇച്ചിരി നെയ്യ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ആദ്യമേ ഒഴിച്ചത്. പിന്നെ ഇച്ചിരി നെയ്യൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട്. അപ്പോൾ ചെറുനാരങ്ങയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ചെറുനാരങ്ങയൊന്നും ഞാൻ പിഴിഞ്ഞൊഴിച്ചില്ല. ചെറുനാരങ്ങ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു. ചോറൊന്നും കട്ട കുത്തത്തില്ല. നല്ല ഒറ്റ പോലെ ആയി കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങയൊന്നും പിഴിഞ്ഞൊഴിച്ചൊന്നുമില്ല. പെട്ടെന്ന് ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് ഞാനിതിങ്ങനെ ചെറിയ രീതിയിലൊന്ന് ഒരു ചോറ് ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ. മുത്തുമണികളെ, അപ്പം നിങ്ങളെല്ലാവരും അൽഹംദുലില്ലാ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും നോമ്പുമൊക്കെ ആയിട്ട് ക്ഷീണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ക്ഷീണം കാണും. ഭയങ്കര ചൂടാണ്. മഴയും ഉണ്ട്, പക്ഷേങ്കിലും മഴയ്ക്കനുസരിച്ച് ചൂടുമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ ചോറും വെച്ച് വേവിച്ച് ഊറ്റിക്കൊണ്ട് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പെരുന്നാളായിട്ട് ഡ്രസ്സൊക്കെ എടുത്തോ മുത്തുമണികളെ? ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചോറ് ഈ പരുവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചോറ് ഈ പരുവത്തിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അന്നേരം ഞാൻ എന്തോ എൻ്റെ മനസ്സിൽ തോന്നി ചെറിയൊരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതാണ് കേട്ടോ മുത്തുമണികളെ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്ത് തരുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറയുകയാണ് കേട്ടോ മുത്തുമണികളെ. നിങ്ങൾക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? പറയണേ. ഞാനൊന്ന് അടച്ചൊക്കെ വെച്ചൊന്ന് വേവിച്ച് എടുക്കുവാണ്. അപ്പോൾ വെള്ളം പറ്റിയിട്ടില്ല, വെള്ളമുണ്ട് ഇതിനകത്ത്. ചോറ് ശകലം കൂടെ വെന്താൽ മതി, ശകല മൊത്തത്തിൽ വെന്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. വലിയ വീഡിയോസൊന്നുമല്ല, വേറെ ഞാനൊന്നും പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. ചോറ് വയ്ക്കുന്നത് മാത്രം ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി കുറച്ച് അരിയൊക്കെ വെച്ച് ചോറ് വെക്കുമ്പോൾ കണ്ടില്ല, നമുക്ക് പെട്ടെന്ന് വെക്കാം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് അത്താഴത്തിനും ആകും, നോമ്പ് കുറിക്കുന്നതിനും നമുക്ക് ഇച്ചിരി വേണമെങ്കിൽ എടുത്ത് കഴിക്കാം രാത്രിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചോറൊന്നും കൂടെ ഒക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിനെന്താ ചെയ്യാൻ പോകുന്നതെന്നറിയാവോ? അടച്ച് വെച്ച് ഒരു വെയിറ്റുമൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ പരുവത്തിനുള്ള വേവാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒക്കെ ഇളക്കി വെച്ചു. നമുക്ക് ഇത് അടച്ച് വെച്ച് അതിൻ്റെ മേളിലൊരു എന്തെങ്കിലും നല്ല രീതിയിൽ വെയിറ്റൊക്കെ വെച്ച് ഞാൻ അടച്ച് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ മുത്തുമണികൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ, ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരണേ മുത്തുമണികളെ. അപ്പോൾ നിങ്ങളും ഓക്കെ അല്ലേ? എല്ലാവരും പെരുന്നാൾ ഡ്രസ്സൊക്കെ പോയി എടുക്കണേ. അടിപൊളി ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാവരും അടിപൊളിയായി പെരുന്നാൾ ആഘോഷിക്കണം. അപ്പോൾ നമുക്കിവിടുന്ന് ഞാനൊന്ന് ഇവിടെ പറയുകയാണ്. അയ്യോ, ഇവിടെ നിന്നല്ല കേട്ടോ. എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ മുത്തുമണികളെ. കണ്ടോ? പിന്നെ ചോറ് വെന്തോന്ന് ഞാൻ എടുത്ത് നോക്കുകയാണ്. മതി, ഈ പരുവം മതി, ഒരുപാട് വേവൊന്നും വേണ്ട കേട്ടോ. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി കിടന്നു കഴിഞ്ഞാൽ ചോറ് ഒരുപാട് വെന്ത് പോയാൽ കൊള്ളത്തില്ല. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് ഞാനിതിന് അടച്ച് വയ്ക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. തട്ടിപ്പൊത്തിയൊക്കെ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ. ഞാൻ വീണ്ടും പറയുവാണ്, ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ. ഞാൻ എല്ലാം എൻ്റെ ചോറെല്ലാം ക്ലിയറായി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് വെയിറ്റ് വെക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഓക്കെ, അസ്സലാമു അലൈക്കും മുത്തുമണി.